യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പദവി രാജിവെച്ച ഷൈൻലാൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പദവിയാണ് രാജിവെച്ചത്. ഷൈൻലാലിന്റെ നേതൃത്വത്തിൽ നേമത്തെ പ്രവർത്തകർ വിമത യോഗം ചേർന്നു. ഷൈൻലാൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ മത്സരിക്കും. നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, രാജി മാത്രമല്ല തരൂരിനെതിരെ മത്സരിക്കുമെന്ന തീരുമാനത്തിലേക്ക് കൂടി എത്തുന്നു. എന്താണ് വിവരങ്ങൾ? എങ്ങനെയാണ് കോൺഗ്രസിനുള്ളിൽ പുതുതായി രൂപപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം? അസിത, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെക്കാനുള്ളത്. തിരുവനന്തപുരത്തെ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഷൈൻലാൽ. അദ്ദേഹം അല്പം മുമ്പ് നേമത്ത് കരമനയിൽ ഒരു വിമത യോഗം ചേർന്നിരുന്നു. നൂറുകണക്കിന് പ്രവർത്തകരാണ്, കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. അവിടെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് താൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പദം രാജിവെക്കുകയാണ്, പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി അവഗണിക്കുന്നു. താൻ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുകയും ഒരു ഗ്രൂപ്പിന്റെയും പിന്തുണയില്ലാതെ KSU രംഗത്തിലൂടെ സംഘടനാ രംഗത്ത് വന്നതാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പദവി വരെ എത്തി. പാർട്ടി പൂർണ്ണമായി പിന്തുണ നൽകുന്നില്ല, അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് താൻ സംസ്ഥാന സെക്രട്ടറി പദം രാജിവെക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നാളെ നോമിനേഷൻ നൽകുമെന്നും ഷൈൻലാൽ പറഞ്ഞു. തിരുവനന്തപുരത്തെയും സംസ്ഥാനത്തെയും പാർട്ടിയിൽ നടക്കുന്ന പൊട്ടിത്തെറിയുടെ അവസാനത്തെ ഉദാഹരണമായി ഇതിന് എടുക്കേണ്ടി വരും. പാർട്ടിയിൽ നിന്ന് കഴിവുള്ള പ്രവർത്തകരെ നേതൃത്വം പൂർണ്ണമായി അവഗണിക്കുകയാണ്. തരൂരുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൊന്നും താൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പോലും ഇതുവരെ പാർട്ടിയിൽ നിന്ന് ഒരു അറിയിപ്പോ ഒരു യോഗത്തിന് പോലും തന്നെ ക്ഷണിച്ചിട്ടില്ല. സ്വതന്ത്രനായതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ, സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ ലക്ഷങ്ങളുടെയാണ് ചെലവ് വരിക. താൻ സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തിയത് വ്യക്തിപരമായി 7.5 ലക്ഷം രൂപ തനിക്ക് ചെലവഴിക്കേണ്ടി വന്നു. അങ്ങനെ പാർട്ടി പ്രവർത്തകരെ പിന്തുണയുള്ള നേതാക്കളെ പോലും ആ പാർട്ടി പൂർണ്ണമായി അവഗണിക്കുകയാണ്. താൻ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്ത് സമാന അനുഭവമുള്ള നിരവധി നേതാക്കളുണ്ട്. അവരുടെ എല്ലാം പിന്തുണ തനിക്കാണ്. അവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ പാർട്ടി വിട്ട് പുറത്തു വരും. പക്ഷേ മറ്റ് പാർട്ടിയിലൊന്നും ചേർന്ന് പ്രവർത്തിക്കാൻ താൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ സ്വതന്ത്രമായി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ശശി തരൂരിനെതിരെ മത്സരിക്കും. കഴിഞ്ഞ 15 വർഷമായി തരൂർ തലസ്ഥാനത്ത് പ്രതികരിക്കുകയാണ്. ഒരു തരത്തിലുള്ള നേട്ടവും തലസ്ഥാനത്ത് ജനങ്ങൾക്കുണ്ടായില്ല, പാർട്ടിക്ക് ഒരു തരത്തിലുള്ള നേട്ടമുണ്ടായില്ല. ഇത്തരക്കാരെയാണ് വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നത്. അതിലുള്ള പ്രതിഷേധവും താൻ രേഖപ്പെടുത്തുന്നു എന്നാണ് ഷൈൻലാൽ അല്പം മുമ്പ് ഈ കരമനയിലെ വിമത യോഗത്തിൽ പറഞ്ഞത്. അദ്ദേഹം ശക്തമായി മുന്നോട്ട് പോകും. നാളെ തന്നെ നോമിനേഷൻ നൽകുമെന്നും അദ്ദേഹം കൈരളിയോട് പ്രതികരിച്ചിട്ടുണ്ട്. അസിത, നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. യുവാക്കളെ പാർട്ടിയിൽ നിന്നും അവഗണിക്കുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഷൈൻലാൽ ഉയർത്തുന്നത്.